പലിശ കൊള്ള സംഘങ്ങൾക്ക് കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നുവരാൻ സാധിക്കാത്തത് സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തമായതിലാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വടകര കോഓപ്പറേറ്റീവ് അക്ബർ ബാങ്കിന്റെ വില്യാപ്പള്ളി ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവത്തെ ചൂണ്ടിക്കാട്ടി സഹകരണ മേഖലയെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സർക്കാർ കാത്തു സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ ഇത്തരം പലിശ കൊള്ള സംഘങ്ങൾക്ക് സാധ്യമാകാത്തതിന്റെ തടസ്സമായി നിൽക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണ്. അതുകൊണ്ടല്ലേ ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ച് സഹകരണ പ്രസ്ഥാനങ്ങൾ ആകെ മോശമാണ്, സഹകരണ മേഖലയിലെ ജീവനക്കാരാകെ മോശമാണ് എന്നൊക്കെയുള്ള പ്രചരണം പലരും നടത്തുന്നത് ചില മാധ്യമങ്ങളും അതിന് തയ്യാറാവുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം, നടപടി കൈക്കൊള്ളണം, നിയമപരമായി പോകണം. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാട്ടി സഹകരണ മേഖല ആകെ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിലുള്ള താല്പര്യം അത് പലിശ കൊള്ള സംഘങ്ങൾക്ക് കൂടി ഈ കേരളത്തിലേക്ക് കടന്നു വരുവാനുള്ള താല്പര്യമാണ്. ആ താല്പര്യത്തിന്റെ ഭാഗമായി ലോകത്തെവിടെയുമുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയായ കേരളത്തിന്റെ സഹകരണ മേഖലയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം ചില ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തി വരുന്നു. ആര് എങ്ങനെ നടത്താൻ ശ്രമിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ കേരളത്തിൽ ഭരിക്കുന്ന കാലത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ സഹകരണ പ്രസ്ഥാനങ്ങളെ കാത്തു സംരക്ഷിക്കാൻ പോരാടുക തന്നെ ചെയ്യും എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ്. ചുമട്ട് തൊഴിലാളികൾക്ക്, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, കർഷകന്, സാധാരണ മനുഷ്യർക്ക് വീട്ടിലൊരാവശ്യം വന്നാൽ, മകളുടെ കല്യാണം, മകൻ്റെ പഠിപ്പ്, ഭാര്യയുടെ അസുഖം തുടങ്ങി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴുന്നതിനും ഓടിയെത്താൻ പറ്റുന്ന സ്ഥാപനമാണ് സഹകരണ സ്ഥാപനം. ആ സഹകരണ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KP കുഞ്ഞമ്മദ്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ജനറൽ മാനേജർ VS വിജേഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീന ലോക്കർ ഉദ്ഘാടനം ചെയ്തു. വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK ബിജുള ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ P ഷിജു ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വില്യാപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കണ്ടീൽ റഫീഖ്, OM ബാബു, പഞ്ചായത്ത് അംഗം V മുരളി, വടകര അർബൻ ബാങ്ക് മുൻ ചെയർമാൻമാരായ TP ഗോപാലൻ, MT നാരായണൻ, വില്യാപ്പള്ളി ബാങ്ക് പ്രസിഡന്റ് KM ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അർബൻ ബാങ്ക് ചെയർമാൻ E സുരേഷ് സ്വാഗതവും വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് K ഷാജീവ് നന്ദിയും പറഞ്ഞു.